അല്ല ഇന്ന് രാവിലെ എന്തൊക്കെ സാധനം വാങ്ങിക്കാനോട് പറഞ്ഞത്? ഇന്നോട് ഇത് ഈ പൊടി. ഏത് പൊടി? ഇത് എന്ത് പൊടിയാ? ഇതെന്ത് പൊടിയാ? കോഴിപ്പേ. എന്നിട്ട് എന്തോ തന്നത്? ഇവ എന്താ തന്നത്? ആരുടെ പൈസ? അന്റെ കജ്ജിലെന്നെ. ഇന്റെ കജ്ജിലെങ്ങനെ ചിക്കൻ മസാല ഇതാണല്ലോ. അന്റെ ഇതാണല്ലോ. അവന് വല്യമാനെ കുറ്റം പറയാണ്. വല്യമ്മ പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലെ? ഇവൻ തന്നത് പഴച്ചു. എന്നിട്ട് എന്റെ ഇതിക്കെതിരെ കച്ചറുണ്ടാക്കുക. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണല്ലോ. എന്താണ് ഒരു കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞത്? സ്കൂൾക്ക് പോവാ പഠിക്കുക. സ്കൂൾക്ക് പോവാ പഠിക്കുക. എന്താണ് മയക്കാറാണല്ലേ? അങ്ങനെ നമ്മുടെ അനസ്, സത്യം പറഞ്ഞ അനസിനെ പറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അനസ് ഇതേമാതിരി വല്ലപ്പോഴും എന്റെ ഷോപ്പിൽ വന്ന് എന്തെങ്കിലും കഴിച്ചാൽ അപ്പൊ ക്യാഷ് ഇല്ലെങ്കിലേ അവൻ കടം പറഞ്ഞു പോകും. പക്ഷെ എത്ര മാസമായാലും അവൻ അത് കൃത്യമായിട്ട് വന്നിട്ട് എന്നോട് പറയും, ഞാൻ ഇത്ര രൂപയുടെ കാശ് തരാണ്ടതാണ്, തിരിച്ച് ആ ക്യാഷ് തന്നിട്ടേ പോകുള്ളൂ. അനസ് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള, നമുക്കെല്ലാവർക്കും മാതൃകയാക്കേണ്ടത് അനസാണ് അല്ലേ? പോവാ ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ? പള്ളി പോവാ? പള്ളി പോകാനായോ? ഓക്കെടാ, ഓക്കെ ശരി, ബൈ. ഓക്കെ വേണ്ട, കുഴപ്പമില്ല. ഇതാണ് അനസ്.